അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ്, കുഞ്ഞമ്മിണിപ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ്, കുഞ്ഞമ്മിണിപ്രാവ്. എന്തിനി വേണം എന്നരുളേണം, പുന്നല്ലിന്നവിലോ പൂവൻ കനിയോ, തുമ്പപ്പൂ ചോറോ തൂശനില തൻ തുഞ്ചത്ത് വച്ച പഴം നുറുക്കോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു സർപ്രൈസ് ബേബി ഷവർ വ്ളോഗാണ് കേട്ടോ. ബേബി ഷവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വളകാപ്പ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മക്കുട്ടിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഫുൾ സർപ്രൈസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ മാസങ്ങളായിട്ടുള്ള പ്ലാനിങ്ങും കാത്തിരിപ്പുമായിരുന്നു കേട്ടോ ഈ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട്. വാണിയായാലും ആളിതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ആളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുടെ ഇമോഷൻസ് മുഴുവൻ നമുക്കിങ്ങനെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ആളുടെ ആ ഒരു സർപ്രൈസും അതുപോലെ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റി. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്കിത് ചെയ്യാനും പറ്റി. അപ്പം ഞാൻ കുറേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ അനുവിൻ്റെ വീട്ടിലാണ് ഈ ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാണിയും മനു ഒരേ അപ്പാർട്ട്മെൻ്റ് ആയ കാരണം വാണിക്ക് വരാനും എളുപ്പമാണ്. അങ്ങനെയാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരു നോർമൽ ഗെറ്റ് ടുഗദർ എന്നാണ് വാണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുള്ള കാരണം ആൾക്കങ്ങനെ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ തലേന്ന് ദിവസം പോയിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ്. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം വലിയ ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒപ്പിച്ചതാണ്. കുറേ ഓൺലൈനിൽ ഓർഡർ ചെയ്തും പിന്നെ കുറേ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും. പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വാണിക്ക് ആവശ്യമുള്ള സാരി ബ്ലൗസ് റെഡിയാക്കി കൊണ്ടുവന്നു. പിന്നെ വള, പിന്നെ ഈ ചടങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്തത്. പ്ലാനിങ്ങിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നിങ്ങളിതൊക്കെ എങ്ങനെ ചെയ്തു, സാരി എങ്ങനെ ഒപ്പിച്ചു, ബ്ലൗസ് എങ്ങനെ ഒപ്പിച്ചു എന്നൊക്കെ. സാരി ഞാൻ വാങ്ങാൻ വിചാരിച്ചായിരുന്നു. പിന്നെ ഹനയുടെ ഒരു ഫ്രണ്ട് മേടിച്ച് അവരെ നിന്ന് കളക്ട് ചെയ്യാണ് ചെയ്തത്. വാണിയുടെ ബ്ലൗസ് പിന്നെ വാണിക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഇവരിവിടെ നിന്ന് മേടിച്ച് അളവെടുത്ത് എനിക്ക് നാട്ടിലേക്ക് അയച്ചു തന്നു. ഞാൻ പിന്നെ ആ അളവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഭാഗ്യത്തിന് അത് കറക്റ്റായിരുന്നു കേട്ടോ, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ. ഡെക്കറേഷനൊക്കെ ഒരുവിധം ഞങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ വളയൊക്കെ താലത്തിലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ വളയൊക്കെ നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ വളയൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തു. പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചു. ബാക്കി സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നാളെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഞങ്ങൾ സർപ്രൈസ് ആയിട്ടൊരു ഡാൻസും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുവാണ്. അതും ഇപ്പോഴാണ് കേട്ടോ, ലാസ്റ്റ് മിനിറ്റാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് എല്ലാവരും കൂടി ഒരു ടൈം കിട്ടുന്നത്. അതൊക്കെ കഴിയുമ്പോഴേക്കും നേരം ഒരുപാടായിട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ കുറച്ച് നേരത്തെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി സെറ്റാക്കുകയാണ്. അപ്പോൾ വാണിയുടെ അടുത്ത് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി സെറ്റാക്കി. 7ാം മാസത്തെ ചടങ്ങിന് 7 കൂട്ടം പലഹാരം എന്നാണല്ലോ, അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ചടങ്ങിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ, കുങ്കുമം, പനിനീര്, പിന്നെ നാളികേരം, വെറ്റില ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വെച്ച് അറേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വാണി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. വാണി ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ആൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇങ്ങനെ ഒരു കാര്യം. ഞങ്ങൾ വാണിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാളും ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ഒന്നും കൂടി സർപ്രൈസ് പറഞ്ഞു.
വാണി ഒരുപാട് ഹാപ്പി ആയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആള് ഭയങ്കര എക്സ്പ്രസീവാണ്. അപ്പോൾ ആളുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വാണി മാത്രമല്ല, ഞങ്ങളും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇത് ഞങ്ങൾക്കും കൂടിയുള്ളൊരു ഇവൻ്റായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ നാടൊക്കെ വിട്ട് പ്രവാസിയായിട്ടിരിക്കുമ്പോൾ ഇതുപോലുള്ളൊരു ഇവൻ്റ്, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ചെറുതായിരിക്കും, പക്ഷേ ഇങ്ങനെയുള്ളൊരു ചെറിയ ഇവൻ്റ് ഞങ്ങൾക്ക് തരുന്ന സന്തോഷം അത് ഒരുപാട് വലുതായിരിക്കും. പിന്നെ നമ്മളാൽ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം അതും ഒരുപാട് വലുതായിരിക്കും. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കിത് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കരച്ചിലൊക്കെ വരുന്നു. ഇത് കാണുമ്പോൾ ഒരുപാട് ഇമോഷണൽ ആവണ പോലെ ഉണ്ട്. പോട്ടെ, നമുക്കിപ്പം ബാക്കി ചടങ്ങുകൾ കാണാം. ഞങ്ങൾ ആക്ച്വലി ഒരു വെൽക്കം ബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റ് ഡിലേ ആയി. അപ്പോൾ പിന്നെ കിഡ്സിൻ്റെ ഒരു ബോർഡ് എടുത്തിട്ട് അതിൽ വാണീസ് വളകാപ്പ് എന്നൊക്കെ എഴുതി അവസാന നിമിഷത്തിൽ ഒപ്പിച്ചതാണിത്. ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ വാണീനെ ഒരുക്കണമല്ലോ, അപ്പോൾ സാരി ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കയ്യിൽ ഞങ്ങൾ അൽത്ത ഇട്ട് കൊടുത്തു. അൽത്ത എന്ന് തന്നെയല്ലേ പറയാം, നമ്മൾ ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈലാഞ്ചി ഒന്നും നമുക്ക് പെട്ടെന്ന് ഇട്ട് ശരിയാവില്ലല്ലോ, അപ്പോൾ അത് കാരണം ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ വാണി റെഡിയായി. പിന്നെ ഞങ്ങളൊരു പാട്ടൊക്കെ വെച്ചിട്ടാണ് ആൾക്ക് എൻട്രി കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചടങ്ങുകൾ ആരംഭിച്ചു. അപ്പോൾ ആദ്യം വാണിയുടെ ഹസ്ബൻഡാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ആ ഒരു ചടങ്ങ് ചെയ്തു. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ്, കുഞ്ഞമ്മിണിപ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ്, കുഞ്ഞമ്മിണിപ്രാവ്. എന്തിനി വേണം എന്നരുളേണം, പുന്നെല്ലിന്നവിലോ പൂവൻ കനിയോ, തുമ്പപ്പൂ ചോറോ തൂശനില തൻ തുഞ്ചത്ത് വച്ച പഴം നുറുക്കോ, തിരുനെല്ലി കാവിലേ ആ തിരുനെല്ലി കാവിലേ ചെറുതെച്ചി തേൻ പഴം വരു കൽക്കണ്ട തേൻ മാവിൽ വിരുന്നു കൂടാൻ പോകാം. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശുക്കിളി മകളെ. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഫുഡ് ഞങ്ങൾ പോട്ട്ലക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന ഐറ്റംസ് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കി കൊണ്ടുവരായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, കപ്പ ഫിഷ് കറി ഉണ്ടായിരുന്നു, പൊറോട്ട ചിക്കൻ കറി ഉണ്ടായിരുന്നു, വെള്ളയപ്പം കടലക്കറി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടറായിട്ട് പഴംപൊരി ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ആദ്യം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പോഴേക്കും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസേർട്ടായിട്ട് ട്രസ്ലച്ചസ് മിൽക്ക് കേക്കും ബനാന പുഡിങ്ങാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മെയിനായിട്ട് ഞങ്ങൾ സ്ത്രീകൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ സർപ്രൈസ് ഡാൻസ് ഉണ്ടായിരുന്നു, അത് കളിച്ചു. അത് ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ, അതിൻ്റെ ഫുൾ വീഡിയോ. പിന്നെ ഇവർക്ക് ഞങ്ങൾ 1-2 ഫൺ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഗെയിം ബേബിക്ക് എങ്ങനെയാണ് ഡൈപ്പർ ഇടുക, അത് ആരാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, അതായിരുന്നു. കഴിഞ്ഞു ഇങ്ങനെയൊന്നും പച്ചിട്ടെടുക്കാൻ പറ്റില്ല. ഫ്രണ്ട് ബാഗ് കറക്റ്റാണോ?
അടുത്തത് കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ പോലെ, ആരാണ് ചെയ്യുക, മം ഓർ ഡാഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ അമേരിക്കയിലത്തെ ഒരു വളകാപ്പ് വിശേഷങ്ങൾ. ഇത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ച, ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്കത് ചെയ്യാനും പറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.